നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC 2024 നടത്തിയ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ഓപ്ഷൻ വരുന്നത് ഡി ആണ്, കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. അടുത്തത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ഗണതന്ത്ര മണ്ഡപം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരള വിനോദസഞ്ചാര ദിനം 2024. സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. കേരള വിനോദസഞ്ചാരം 2024. വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. UNEP 2024. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. ലോക വിനോദസഞ്ചാര ദിനം 2024. വിനോദസഞ്ചാരവും സമാധാനവും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, ശ്രീ വി ഹരി നായർ. രാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2023. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ ആണ്, വി അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ബി ആണ്, കെ കൃഷ്ണൻകുട്ടി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ സി ആണ്, റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ? ഓപ്ഷൻ എ ആണ്, കസാൻ, റഷ്യ. അടുത്തത് അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ആഗോള സുസ്ഥിര വികസനം. അടുത്തത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ ആണ്, കേരളം. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, 2010. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, തെലുങ്കാന. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, നിഹോൺ ഹിഡാൻക്യോ. അടുത്തത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഓപ്ഷൻ ബി ആണ്, കാരിച്ചാൽ ചുണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, കൂട്ട്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷനാണ് 2024. എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവൻ. ശരിയാണ്. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ഇത് മൂന്നും ശരിയാണ്.
നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, അഹമ്മദാബാദ്. ക്വസ്റ്റ്യൻ നോക്കാം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ആൻസർ വരുന്നത് തമിഴ്നാടാണ്, ഓപ്ഷൻ സി. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, എസ് സോമനാഥ്, ഭുവനേശ്വരി. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, പാലക്കാട്, ചേലക്കര. അടുത്തത് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റോഷി അഗസ്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, റനിൽ വിക്രം സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രതിഭ റായ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ്, രാജീവ് രഞ്ജൻ സിംഗ്. അടുത്തത്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. ഓപ്ഷൻ എ ആണ്, 89.45 മീറ്റർ. അടുത്തത്. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, 134. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, 800. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ, ബ്രസീൽ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, COVID-19. ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ചന്ദ്രയാൻ 3. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. എ ആണ് ശരിയായിട്ടുള്ളത്, അമൃതം ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ഹർമൻപ്രീത് സിംഗ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ആട്ടം. നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇപ്പോഴത്തെ ചെയർമാന് ഡോക്ടർ വി നാരായണനാണ്. മുൻപത്തെ ആയിരുന്നു എസ് സോമനാഥ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ഓപ്പറേഷൻ അജയ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, വി അബ്ദുറഹ്മാൻ. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, അർഷാദ് നദീം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, ഡെങ്കി വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, കില്ലിയൻ മർഫി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? ഓപ്ഷൻ എ ആണ് അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ളത്, അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി? ഓപ്ഷൻ എ ആണ് ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര്? ഓപ്ഷൻ സി ആണ് നീലു. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? ഓപ്ഷൻ സി ആണ് കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി ആണ് വുഹാൻ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, മലപ്പുറം. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി ആണ് JP നഡ്ഡ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, MAL. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ഇറ്റലി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ഓപ്ഷൻ സി ഗഗൻയാൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലെ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ എ മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ശരിയായിട്ടുള്ളത്, കൊൽക്കത്ത. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ ബി സൗദി അറേബ്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്? ഓപ്ഷൻ സി സിഗ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ആണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്.